ആദർശിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ജലജയാണെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ട് പറയുന്നുണ്ട്, ഈ വീടിപ്പോൾ തല കുത്തനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണത്തിന് മുമ്പ് ആദർശിനൊരു കുട്ടി ജനിച്ച്, എന്നിട്ടും അതിനും ഈ വീട്ടിലാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നമായിട്ട് അതൊന്നും എടുക്കാനൊന്നും ആർക്കും പറ്റിയിട്ടില്ല. പിന്നാണെങ്കിൽ നമ്മളെ ജയനെയാണെങ്കിലും നമ്മളെ ദേവ്യാനെയാണെങ്കിലും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ജയൻ ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛൻ്റെ സ്വഭാവമാണെങ്കിൽ ഇപ്പം ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അച്ഛനിക്ക് വലിയൊരു അസുഖം വന്നതിന് ശേഷം ഇപ്പം അച്ഛൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ജയനാണെങ്കിലും നമ്മുടെ ദേവ്യാൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മളെ മുത്തശ്ശനാണെങ്കിലും വേണുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇത് ഞാൻ ആദ്യമേ ഈ കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം പോലും എൻ്റെ അനി ജയിലിൽ കിടക്കേണ്ടി വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ വേണു പറയുന്നുണ്ട്, വേണു മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് സാറേ ഒരു 10 കോടിയൊന്നും തന്നിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, ഒരു 15 കോടിയെങ്കിലും തന്നാലും ഞങ്ങൾ അത്ര തൃപ്തിയൊന്നും ആവത്തില്ല. പക്ഷേ അപ്പം നമ്മൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് എത്ര കോടിയാണ് വേണ്ടി വരുന്നത്, ഞങ്ങൾക്കൊരു 20 കോടിയെങ്കിലും തന്നാലും ഞങ്ങളൊരു തൃപ്തി ആവത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വേണം. അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, കോടിയില്ല 20 കോടിയൊക്കെ ഞാൻ തരാം, പക്ഷേ നിങ്ങൾ കേസ് പിൻവലിക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് വേണു പറയുന്നുണ്ട്, ആ കേസൊക്കെ ഞങ്ങൾ പിൻവലിക്കാം, ആ ചെക്ക് ഞങ്ങളെ കൈ കിട്ടുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കേസ് പിൻവലിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശനാണെങ്കിൽ വക്കീലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും തന്നെ സാക്ഷി നിർത്തി എന്തായാലും ഇയാൾ ചോദിച്ച 20 കോടി ഞാനും കൊടുക്കാമെന്ന് പറഞ്ഞ് മുത്തശ്ശനാണെങ്കിൽ അടി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വേണുവിൻ്റെ ആ ഒരു അടി കിട്ടിയതേ ഉള്ളൂ, വേണു കറങ്ങി തിരിച്ചൊന്ന് കസേരയുടെ മേളിലോട്ടൊന്ന് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മളെ വക്കീലാണെങ്കിൽ ഒരു ഷോക്കായിട്ട് വക്കീലും ചാടിയങ്ങ് എണീക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.